10 വർഷം കേരളത്തെ ഒരു മുന്നണി തന്നെ ഭരിക്കുകയായിരുന്നു. ഈ 10 വർഷത്തിനിടയിൽ ഈ ഭരണം കൈയാളുന്ന ആളുകൾ അവർ ഒരു സമുദായത്തെക്കുറിച്ച്, മുസ്ലിം സമുദായത്തെക്കുറിച്ച്, അതിൽപ്പെട്ട പല വിഭാഗങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ സമയങ്ങളിൽ നടത്തിയിട്ടുള്ള 50 പ്രസ്താവനകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആ പ്രസ്താവനകളിലൂടെ കടന്നു പോകാം. ഭരിക്കുന്ന ആളുകൾ, അതായത് ഈ ഭരണം കൈയാളുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. അവർ ഒരു സമുദായത്തിന് നേരെ അവരുടെ ഒരു സമീപനം എന്തായിരുന്നു എന്നുള്ളത് ഈ പ്രസ്താവനകളിലൂടെ, വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഈ പ്രസ്താവനകളിലൂടെ കടന്നു പോകുമ്പോൾ ഭരണം കൈയാളുന്ന സമയത്തുള്ള പ്രസ്താവനകളാണ്. ഇതിനു മുമ്പ് ഇതല്ലാത്ത നിലപാടുകളെടുത്തൊരു ഒരു മുന്നണിയായിരിക്കാം, അതിലെ പാർട്ടികളൊക്കെ അത്തരം നിലപാടെടുത്തുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഈ ഒരു ഭരണം കയ്യിൽ ലഭിക്കുന്ന സമയത്ത്, അഥവാ കേരളത്തിൻ്റെ മുഴുവൻ ജനത അവരെ തെരഞ്ഞെടുത്ത് ഭരിക്കാൻ ഏൽപ്പിച്ചൊരു സമയത്ത് എന്തൊരു നിലപാടായിരുന്നു അവരെടുത്തിരുന്നത് എന്നതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്ന കാര്യം. ആ പ്രസ്താവനകളിലൂടെ മാത്രം അങ്ങനെ പോവുകയാണ്, കൂടുതൽ കമൻറ്റുകളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇനിവേ ഒന്നാമത്തത് 2018 ജൂലൈ 18 കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണ്. SDPI IS-ന്റെ ഇന്ത്യൻ പതിപ്പാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. SDPIയുടെ വോട്ട് വാങ്ങിയാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അത് വാങ്ങാം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അവരിൽ നിന്ന് വോട്ട് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ നന്നാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സമയത്താണ്, ഒരു കാലത്താണ് ഇത് നമ്മൾ വായിക്കുന്ന ആലോചിക്കാം. ബന്ധമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് SDPI IS-ന്റെ ഇന്ത്യൻ പതിപ്പാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് എളമരം കരീമാണ്. 2018 തന്നെയാണ് ജൂലൈ 11 അദ്ദേഹം പറയുന്ന കാര്യം തന്നെ, പോപ്പുലർ ഫ്രണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരെ വിലക്ക് വാങ്ങുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് പിന്നെ ഈ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020 ഫെബ്രുവരി 3 പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മഹല്ലുകളിൽ നുഴഞ്ഞു കയറി സമരങ്ങളിൽ അക്രമം നടത്തുന്നത് SDPI ആണ്. സമരങ്ങൾ വഴിതിരിച്ചുവിടാൻ തീവ്രവാദ സംഘടനകൾ ഉണ്ട് എന്നുള്ളത്. വെച്ചാൽ ഈ പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ അതിന് ന്യായീകരണമായിട്ട് അത് SDPI ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ. അതിനോടൊപ്പം തന്നെ 2020 തന്നെ ഫെബ്രുവരി 10 തൊട്ടടുത്ത ആഴ്ച പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പൗരത്വ പ്രക്ഷോഭങ്ങളിൽ മഹല്ലുകളിൽ നുഴഞ്ഞു കയറുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്നുള്ളതാണ്. SDPIനെ പറ്റി പറഞ്ഞ പ്രസ്താവന അതിലേക്ക് ചേർത്ത് പിന്നീട് മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കും. ഈ സമയത്ത് തന്നെ പിന്നെ CPM-ന്റെ KK രാഗേഷ് ഫെബ്രുവരി 8 പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ പൗരത്വ പ്രക്ഷോഭത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു അറസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏറ്റവും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റൊന്ന് വിജയരാഘവൻ പറഞ്ഞാണ്. അദ്ദേഹം ഒരുപാട് വർഗീയ പ്രസ്താവനകൾ പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം 2021 പറഞ്ഞത്. 2021 പറയുമ്പോൾ ഇതിനു മുമ്പത്തെ കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു വർഷമാണ്. ആ വർഷം അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണെന്നുള്ളത്. ഭൂരിപക്ഷ വർഗീയതയെ പറ്റിയും BJP പറ്റിയും സംഘപരിവാറിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണെന്ന് പറഞ്ഞത് LDF-ന്റെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായിട്ടാണ് പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2021 ഫെബ്രുവരിയിൽ തന്നെ എളമരം കരീം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി JNU ക്യാമ്പസുകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. ഒരു റിക്രൂട്ട്മെന്റ് ജിഹാദിനെ കുറിച്ചുള്ള ഒരു ആരോപണമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. വെച്ചാൽ കൂടുതൽ ഒരുപാട് മലബാറിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യം, അതിൻ്റെ കണക്കുകൾ വന്നപ്പോഴാണ് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നു, ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് പിന്നിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. മറ്റൊന്ന് P. ജയരാജനാണ് പറയുന്നത്. P. ജയരാജൻ ആ സമയത്ത് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ കണ്ണൂരിലൊരു പാർട്ടി പരിപാടിക്കിടയിൽ പാർട്ടി ഗ്രാമത്തിൽ ഒരു പിന്നെ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ്. അതായത് ഉത്സവകാലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പറമ്പിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡ് ഉണ്ടാവുകയാണ്. വിവാദമായി ആ സമയത്ത് P. ജയരാജൻ പ്രതികരിക്കുകയാണ്, ആ ഒരു ബോർഡുമായിട്ട് പ്രതികരിക്കുകയാണ്. ആ ബോർഡിൽ സന്തോഷിക്കുന്നത് RSSും തീവ്ര സലഫികളുമാണ്. തീവ്ര സലഫികൾക്കും RSSിനാണ് ആ ബോർഡിൽ എന്താ പറയുക സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് അവിടെ P. ജയരാജൻ പറഞ്ഞു. അതെന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയൊരു ബോർഡാണ്. അവിടെ സലഫികൾ എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ബന്ധമേ ഇല്ല. പക്ഷേ മൂപ്പർ പറയുന്നത് ആ ബോർഡിൽ സലഫികൾക്കും RSSനും സന്തോഷം ഒരു ബാലൻസ് ഒപ്പിച്ചതാണ്. ഈ ഒരു ഹിന്ദുത്വ ഭാഗത്തു നിന്നുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് ഈ ബോർഡ് വെച്ചത്. അതിനെന്തിനു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് സലഫികൾ, അവർ തീവ്രവാദികളാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് അത് സഹായിക്കുന്നത് എന്നുള്ളത്. അതേ P. ജയരാജൻ തന്നെ 2016 ഒക്ടോബറിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സലഫി സംഘടനകൾ തീവ്രവാദികളെ പിന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അത് കോമഡി എന്താ വെച്ചെങ്കിൽ അത് അദ്ദേഹം പറയുന്നത് ഭീകരതയ്ക്ക് മതമില്ല, രാജ്യദ്രോഹികൾ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന പരിപാടിക്കാണ്. അപ്പോൾ ആ ടൈറ്റിലും ഈ പ്രസ്താവന നമ്മളൊന്ന് കണച്ചു നോക്കുക. പിന്നെ ഒപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്തിനായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക, ഭീകരതയ്ക്ക് മതമല്ല. നമ്മൾ RSSനൊക്കെ ഭീകരതായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ BJP പറയുന്നുണ്ട്, സംഘപരിവാര സംഘടനകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ മാത്രമാണ് തീവ്രവാദികൾ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെ എവിടെയും തീവ്രവാദികളുണ്ട് എന്നത് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് P. ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്. അടുത്തതായി CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി
2017 ഫെബ്രുവരി 2 ഇറക്കിയിട്ടുള്ളൊരു പ്രസ്താവനയിൽ ഉള്ളതാണ്. 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ബോധത്തിൽ നിന്നും ജനങ്ങളെ ഇളക്കിവിടുന്ന തീവ്രവാദി സംഘങ്ങളെ ഒറ്റപ്പെടുത്തുക. ഇത് പറയുന്നത് ഗെയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജനകീയ സമരങ്ങൾക്കെതിരെ അതിന് രാഷ്ട്രീയപരമായിട്ട് പല രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുകയും അതിനെ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അതെന്താണ് 7-ാം നൂറ്റാണ്ടിലേക്ക് പോയി പ്രാകൃത ബോധത്തിൽ നിന്നും ജനങ്ങളെ ഇളക്കിവിടുന്ന തീവ്രവാദി സംഘങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് SFI മടപ്പള്ളി കോളേജ് യൂണിറ്റ് പറയുന്നതാണ്. അത് 2017 ഫെബ്രുവരി 9-ാം തീയതിയാണ് പ്രസ്ഥാനം വരുന്നത്. അത് മടപ്പള്ളി കോളേജിൽ സിൽവ അബ്ദുൽ ഖാദറിനെ SFI പ്രവർത്തകർ ആക്രമിച്ചു. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രസ്താവനയാണ്. പ്രസ്താവന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്: CPM ജില്ലാ കമ്മിറ്റി സർക്കുലർ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ തീവ്രവാദി വിഷജന്തു എന്നുള്ളതാണ്. ഇത് പദപ്രയോഗങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇനി മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2017 ഏപ്രിൽ 4 കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാണ് പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ലീഗാണ് ഈ പ്രാവശ്യം തീവ്രവാദിയായിട്ടുള്ളത്, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മറ്റൊന്ന് 2024 ഉണ്ടായതാണ്. പിണറായി വിജയനാണ് പറയുന്നത്. അത് വളരെ റീസെൻ്റ് ആണ്. പൂഞ്ഞാറുണ്ടായ ഒരു പള്ളിയുടെ ഗ്രൗണ്ടിൽ ക്രിസ്ത്യൻ പള്ളി ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ സെൻഡ് ഓഫിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ബൈക്ക് കൊണ്ടുവരികയും ബൈക്കിൻ്റെ ഒരു എന്തോ ഒരു ഭാഗം ഒരു ഫാദറിൻ്റെ ദേഹത്ത് തട്ടി എന്നുള്ളതാണ് ആരോപണമായിട്ട് വരുന്നത്. ആ സംഭവത്തിൽ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട പള്ളി സംഭവത്തിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്, അവിടെ കാട്ടിയ തെമ്മാടിത്താണ്. അഥവാ നോർമലി ഒരു സ്കൂൾ കുട്ടികൾ വന്നതാണ്, അതിൽ മുസ്ലിങ്ങളെ മാത്രം ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് പിണറായി വിജയൻ നടത്തുന്നതാണ്. ഇനി അടുത്തതായി 2022 മാർച്ച് 15 ജോർജ് എം തോമസ് പിന്നെ കോടഞ്ചേരിയിലെ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പാർട്ടി രേഖകളിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ലവ് ജിഹാദിനെ കൂടി എന്ത് ചെയ്യാണ്, അതും ആധികാരികമായി പാർട്ടി രേഖയിലുള്ള ഒരു കാര്യമൊക്കെയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ആക്ടിവിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്ത വിഷയമായിരുന്നു സിദ്ദീഖ് കാപ്പൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ വിഷയത്തിൽ എം പ്രകാശ് 2021 ഏപ്രിൽ 26 പറയുന്നത് പറഞ്ഞാൽ ചില പ്രത്യേക ആളുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു കുറ്റക്കാരാണെന്നുള്ളത്. കണ്ടാൽ മനസ്സിലാകും എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രസ്താവന തന്നെയാണ് പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് എന്ന് പറയുന്ന ആ പ്രസ്താവന വന്ന സമയത്ത് 2021 സെപ്റ്റംബർ 17 മന്ത്രി വാസവൻ പറയുകയാണ് പാലാ ബിഷപ്പ് നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്, വിവാദത്തിന് ശ്രമിക്കുന്നത് വർഗീയവാദികളാണ്. വെച്ചാൽ വർഗീയത പറഞ്ഞ ആൾക്കാർ വർഗീയതല്ല, പറഞ്ഞൊരു മനുഷ്യൻ അതിനെ എതിർക്കുന്ന ആളുകൾ വർഗീയവാദികളാണ്. മറ്റൊന്ന് പി ജയരാജനാണ്. അദ്ദേഹം 2021 മാർച്ച് 2 ഈ പ്രസ്താവന പറയുന്നത്. സംഭവം എന്താ വെച്ചാൽ ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ CPM അതേപോലെ തന്നെ RSSും തമ്മിൽ അല്ലെങ്കിൽ BJP തമ്മിൽ ചർച്ച നടത്തുന്നു. ഇനി രാഷ്ട്രീയ കൊലകൾ ഉണ്ടാവില്ല എന്നടക്കമുള്ള പല ധാരണകളും അവർക്കിടയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ധാരണകൾ സംഭവിച്ചതിന് ശേഷം അവർ RSSുമായിട്ട് ഡീലാണ്, ബാന്ധവമാണ്, ചർച്ച നടക്കുന്നുണ്ട്, ഉള്ളിലൂടെ പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു വിവാദം ഉണ്ടായി വരുന്ന സമയത്ത് പി ജയരാജൻ പറയുന്ന പ്രസ്താവന ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ RSS CPM ചർച്ച നടത്തിയിട്ടുണ്ട്, വിവാദത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് പറയുന്നത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2021 മാർച്ച് 29 ആ സമയത്താണ് ഈ LDFന്റെ തന്നെ ഭാഗമായിട്ടുള്ള ജോസ് കെ മാണി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് പരാമർശത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അതിനെ നിഷേധിക്കാനോ ഒന്നും അല്ല തയ്യാറാകുന്നത്, അറിയില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്ഥാനമായിട്ട് എടുത്തു പറഞ്ഞത് പി ജയരാജൻ്റെയാണ്. ആ ജയരാജൻ്റെ അടുത്തൊരു പ്രസ്ഥാനത്തിലേക്കാണ് പോകുന്നത്. 2020 ഡിസംബർ 21 അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ പറ്റിയിട്ട് പിണറായി വിജയൻ ഒരു വിമർശനം പറഞ്ഞു. ആ വിമർശനം പറഞ്ഞതിന് ശേഷം സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുപ്രഭാതം പത്രത്തിൽ ഒരു മുഖപ്രസംഗം ഇതിനെതിരെ പ്രസ്താവനക്കെതിരെ വന്നു. അത് വന്നതിന് ശേഷം പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വർഗീയ ചിന്തയുള്ളവരാണ് സമസ്തക്കാർ, സമസ്തനെ നേരെ എന്ത് ചെയ്യണം മൊത്തത്തിൽ വർഗീയതാക്കുകയാണ്, മനസ്സിൽ മൊത്തം അവരുടെ വർഗീയതയാണെന്ന് പറയണം. അടുത്തത് 2020 ഡിസംബർ 21 മുന്നോക്ക സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ലീഗ് വന്ന സമയത്ത് M വിജയരാഘവൻ അദ്ദേഹം പറയുന്നതാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, മതമൗലികവാദ ചേരിയിലേക്ക് അത് വഴിമാറി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗ് LDFന്റെ മുന്നണിയിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകൾ പോലും ആ സമയത്ത് പറഞ്ഞത് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, പിന്നെ അത്രയും സെക്കുലറാണ് എന്നുള്ളതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ കിട്ടൂല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ആ നിലക്കുള്ള കുറച്ച് എതിർപ്പുകൾ ഉണ്ടായ സമയത്ത് മതമൗലികവാദ പാർട്ടിയായി, വർഗീയ പാർട്ടിയായി. A വിജയരാഘവൻ തന്നെ ഇതേ വിഷയത്തിൽ 2 മാസത്തിന് ശേഷം ഫെബ്രുവരി 1 പറയുന്ന പ്രസ്ഥാനം എന്നാൽ മുന്നാക്ക സംവരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിനാണ്. അപ്പോൾ അവിടെ ധ്രുവീകരണം, വർഗീയത, ഒരു വിഭജനമൊക്കെ ഉണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. ആ മുന്നാക്ക സംവരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിഭാഗത്തിലുള്ള നിലപാടാണ്. ലീഗിന് മാത്രമല്ല,
ഒരുപാട് ഒരു 70-50% ആളുകൾക്കുള്ള നിലപാടാണ്. അതിനെ ലീഗിലേക്ക് മാത്രമാക്കുന്നു. ലീഗിൻ്റെ ശ്രമത്തെ പ്രത്യേകിച്ചും വർഗീയ ധ്രുവീകരണമാക്കിയിട്ട് സവർണ സംവരണം കൊണ്ടുവന്ന സംവരണത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ അട്ടിമറിച്ചിട്ടാണ് സവർണ സംവരണം കൊണ്ടുവരുന്നത്. എതിർക്കുന്ന ആളുകൾ വർഗീയവാദികളും ധ്രുവീകരണം. അത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ ഉള്ളൂ, മുസ്ലിം ലീഗിനെതിരെ മാത്രമേ ഉള്ളൂ. എതിർത്ത വേറുള്ള ആളുകൾക്കും തീവ്രവാദമില്ല, ധ്രുവീകരണമല്ല. മുസ്ലിം ലീഗ് മാത്രം, അതുപോലെ തന്നെ CP ജോൺ ഒക്കെ അതിശക്തമായിട്ട് എതിർത്തിരുന്നു. അവരൊന്നും ധ്രുവീകരണത്തിനല്ല, വർഗീയതല്ല. പക്ഷെ ലീഗിന് പ്രത്യേകം വർഗീയതയുടെ ആവശ്യത്തിൽ നിന്നുള്ളത്. ഇനി അടുത്തത് 2021 ഫെബ്രുവരി 9 P രാജീവ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നമുക്കറിയാം ഹഗിയ സോഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അതിനെ വിശദീകരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഒരു ക്രൈസ്തവ വോട്ട് കിട്ടുക അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ട് ചാണ്ടി ഉമ്മനിൽ നിന്നും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചാണ്ടി ഉമ്മൻ ഹഗിയ സോഫിയ ദേവാലയത്തെ മുസ്ലിം വിശ്വാസികളുടെ ആരാധനാലയമാക്കി മാറ്റിയ നടപടിയെ പരസ്യമായി ന്യായീകരിക്കുന്നു. നേരത്തെ ലീഗ് നേതൃത്വം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടനുസരിച്ച് ആണെന്ന വിമർശനം ശക്തമായി ഉയർന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഹഗിയ സോഫിയ എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. അതിൽ ഓരോ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവിടെ ആരാണോ ഭരിക്കുന്നത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതിൻ്റെ ഗവേണൻസിൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ളൊരു വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു വിഷയം, ആ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ക്രൈസ്തവ വിരുദ്ധമായ രൂപത്തിലേക്കാക്കാൻ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആ രൂപത്തിലേക്ക് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ പുതിയൊരു എന്താ പറയുക പ്ലെയറാണ് വരുന്നത്, തോമസ് ഐസക്കാണ് വരുന്നത്. 2020 ഒക്ടോബർ 12 അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആ വിഷയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലപ്പെടുന്നു, സനൂപ് കൊല്ലപ്പെടുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന് പ്രസ്താവന വരുന്നത്. പ്രസ്താവന പറഞ്ഞാൽ അങ്ങനെയാണ്: RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം. അപ്പോൾ അവിടെ കൊണ്ടൊന്ന് കയറ്റി ബാലൻസ് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ തുടർച്ചയാണ്. ഓക്കെ. പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അടുത്തത്. 2020 ഒക്ടോബർ 23 കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ കൂട്ടുകെട്ടാണ്. എന്ന് വെച്ചാൽ ഹസൻ എന്ന് പറഞ്ഞാൽ MM ഹസൻ കോൺഗ്രസ്സിൽ, കുഞ്ഞാലിക്കുട്ടി ലീഗ്, പിന്നെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറും, ഈ 3 ആളുകളും എന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണ് കേരളം ഭരിക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒരു വാണിംഗ് ആണ്, മുസ്ലിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്, നമുക്ക് ശ്രദ്ധിച്ചോ എന്നുള്ളതാണ്. അതേപോലെ തെരഞ്ഞെടുപ്പിന് സമയത്ത് കോടിയേരി പറഞ്ഞ മറ്റൊരു പ്രസ്താവനയാണ്: UDF നേതൃത്വം ലീഗിന് കൈമാറി മതനിരപേക്ഷത അടിയറവ് വെച്ചു. അപ്പോൾ ലീഗിന് കൈമാറിയാൽ, ഒന്ന് ലീഗിന് കൈമാറിയിട്ടില്ല, ലീഗല്ല അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ഇനി ലീഗ് എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ പോലും ലീഗ് എന്തെങ്കിലും ഇടപെടുമ്പോഴേക്ക് മതനിരപേക്ഷത അടിയറവ് വെച്ചു എന്നുള്ളതാണ് കോടിയേരിൻ്റെ പ്രസ്താവന. പക്ക ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഭയങ്കര കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ മുന്നോക്ക സംവരണത്തെ എതിർത്തതിന് തന്നെയാണ് വീണ്ടും വിജയരാഘവൻ രംഗത്ത് വരുന്നത്. 2020 ഒക്ടോബർ 26 മുന്നോക്ക സംവരണം നടത്തിയതിന് സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നവർ വർഗീയവാദികൾ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, സംവരണം എന്തിനാണ്? അത് പിന്നോക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതൊരു സാമ്പത്തിക വിതരണ അല്ലെങ്കിൽ സമ്പത്ത് വിതരണം ചെയ്യുന്നൊരു പദ്ധതിയല്ല. അതൊരു സാമൂഹികമായിട്ടുള്ള അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെ അട്ടിമറിച്ചതിനെതിരെ ചോദ്യം ചെയ്ത ആളുകൾ എന്താണ്, വർഗീയവാദികളാണ് എന്നുള്ളതാണ്. പിന്നെ ഹാഗിയ സോഫിയ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2020 ഓഗസ്റ്റ് 17 ഇതേ വിജയരാഘവൻ പറയുന്നത് പറഞ്ഞാൽ സാദിഖലി തങ്ങളുടെ നിലപാടിനെ ജാക്കിർ നായിക്കിൻ്റെ നിലപാടുകളിലേക്ക് സമീകരിച്ചിട്ടാണ്. 2 വിഷയം അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ജാക്കിർ നായിക്കിനെ തീവ്രവാദിയാക്കുന്നു. 2, അത് തീവ്രവാദിയാക്കിയതിനു ശേഷം അതിലേക്ക് കണക്ട് ചെയ്തിട്ട് സാദിഖലി തങ്ങളെയും അതേപോലെ തീവ്രവാദിയാക്കുന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് BJP നേതാക്കളല്ല. അതെ, വിജയരാഘവനാണ് പറയുന്നത്, ആലോചിക്കണം കേട്ടോ. അത് ജാക്കിർ നായിക്കിനെ പറ്റിയിട്ട് എന്താണ് CPM നിലപാട് ഇപ്പം തുറന്നു പറയണം. ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയുമോ? ജാക്കിർ നായിക്കിനെ ഏതെങ്കിലും തീവ്രവാദ പക്ഷത്തേക്ക് ചാച്ചു നിർത്താൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഏതെങ്കിലും നിലക്ക് അത്തരത്തിൽ വേട്ടയാടപ്പെട്ട മനുഷ്യനെ ഏതെങ്കിലും നിലക്ക് ആ തരത്തിൽ പറയാൻ പറ്റുമോ? 1. 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, അതിലേക്ക് സാദിഖലി തങ്ങളെ കൂടെ ചേർത്തിട്ട് മതനിരപേക്ഷ പാർട്ടിയായിട്ടുള്ള ലീഗിനെ കൂടി എന്ത് ചെയ്യാണ് ആ ഒരു ചായ്വിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അടുത്തത് 2020 സെപ്റ്റംബർ 23 കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അലൻ താഹ കേസ്, UAPA ചുമത്തിയ, അതായത് പുസ്തകം കയ്യിൽ വെച്ചതിന് UAPA ചുമത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ്. മാവോവാദികൾക്ക് ലഷ്കർ എ തൊയ്ബ ബന്ധമുണ്ട്. അപ്പോൾ മാവോയിസ്റ്റുകൾ ഇനി ഒരു പുസ്തകം കൈവിൽ വെച്ചതിനാണ് UAPA, ആ മാവോവാദികൾക്ക് ലഷ്കർ എ തൊയ്ബ ബന്ധമുണ്ട്. വളരെ വിചിത്രമായ. അതേപോലെ തന്നെ 2020 സെപ്റ്റംബർ 2 പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പും 2021 ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകം മുനയോട് കൂടിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വെച്ചാൽ UDF മുന്നണിയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജയിച്ച് മുസ്ലിം ലീഗുകാർ മുഖ്യമന്ത്രി പദവി പിടിക്കാൻ ശ്രമിക്കുന്നു.
മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി കിട്ടിയ എന്താ പ്രശ്നം? UDF മുന്നണിയിലൊരു പാർട്ടിയാണത്. അവിടെ മുഖ്യമന്ത്രി വന്നു, എന്താ ഇഷ്യൂ എന്താണ്? CPIക്ക് മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടെ? CPM-നും കോൺഗ്രസിനും മാത്രമല്ല മുഖ്യമന്ത്രി പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രി വരുന്നതിന് അപ്പുറമുള്ളൊരു പ്രശ്നം, അവിടെ നിന്ന് സംഭവിക്കാത്തൊരു പ്രശ്നം, എങ്ങനെയാണ് ലീഗിൽ നിന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ മാത്രം ഉണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടും അത് ലീഗിന് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതെന്തിനാണെന്ന് വെച്ചാൽ ലീഗ് ആവും എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇസ്ലാമോഫോബിയ ഒരു വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അതേപോലെ തന്നെയാണ് 2020 ഒക്ടോബർ 3 വീണ്ടും ഈ മുന്നോക്ക സംവരണത്തിനെ ശക്തമായി എതിർത്തതിന് അത്രമേൽ ചാപ്പുകൾ കിട്ടിയിട്ടുണ്ട്. മുന്നോക്ക സംവരണം മതജാതി കലാപങ്ങളിലേക്ക് നയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു. നേരത്തെ ലീഗായിരുന്നു, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ തന്നെ എതിർക്കുന്നവരൊക്കെ വർഗീയവാദികൾ. അങ്ങനെ മുന്നോക്ക സംവരണത്തിന് എതിർത്തവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വർഗീയവാദികളായിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാധ്യമം എന്ന് പറയുന്ന പത്രത്തിന് അവർക്ക് ലഭിച്ച ഒരു വർഗീയ ചാപ്പയാണ്. അതിൽ KT ജലീലാണ് ആ ചാപ്പ കൊടുക്കുന്നത്. 2020 ജൂൺ 25-നാണ് അത് കൊടുക്കുന്നത്. മാധ്യമം കൊറോണയേക്കാൾ മാരകമായ വൈറസ് വാഹകർ എന്നാണ് പറയുന്നത്. മാധ്യമത്തിന് ജമാഅത്ത് ഇസ്ലാമുമായിട്ട് കണക്ഷനൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ആ കാര്യം സൂചിപ്പിക്കുന്നത്. ഗൾഫ് പ്രവാസി മരണത്തെക്കുറിച്ചിട്ടുള്ള മാധ്യമത്തിൻ്റെ ഒരു ഗൾഫ് പ്രവാസി സപ്ലിമെൻ്റാണ് ആ പ്രസ്താവനയുടെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് 2020 ജൂലൈ 2 അഭിമന്യു വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അഭിമന്യുവിനെ ഇല്ലാതാക്കിയത് ഇസ്ലാമിക തീവ്രവാദം. SDPI അങ്ങനെ പാർട്ടികളൊന്നല്ല, മറിച്ച് അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് അല്ല, മറിച്ച് അഭിമന്യുയെ ഇല്ലാതാക്കിയത് ഇസ്ലാമിക തീവ്രവാദികൾ എന്നുള്ളതാണ്. ഇപ്പം അത് പ്രശ്നമില്ല, വർഗീയത തുറക്കേണ്ട കാര്യമില്ല. ഇപ്പം തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചൊരു ഇസ്ലാമോഫോബിയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മുമ്പ് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി കോടിയേരിയുടെ നേരത്തെ പറഞ്ഞ അതേ ടെംപ്ലേറ്റിലുള്ള UDF-നെതിരെയുള്ള മുസ്ലിം തീവ്രവാദ ആരോപണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശങ്കയുടെ മറ്റൊരു അധ്യായമാണ്. അദ്ദേഹം 2020 തന്നെയാണ് ഇത് പറയുന്നത്, ജൂലൈ 2 പറയുന്നത്. പ്രസ്ഥാനം പറഞ്ഞാൽ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, SDPI ഈ 3 കൂട്ടുകെട്ടുകളിലൂടെയും വർഗീയ ധ്രുവീകരണത്തിനാണ് UDF ശ്രമിക്കുന്നത്. ഇത് 3 കൂട്ടുകെട്ട് വന്ന അവിടുത്തെ വർഗീയ ധ്രുവീകരണം ഉണ്ടായി. ഒന്നങ്ങനെ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, 2 അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം വർഗീയതായി എന്നുള്ളതും പറയുന്നു. അടുത്തത് പാലത്താഴി പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആ സമയത്ത് വീണ്ടും അതിനുള്ള പഴിയും മുസ്ലിങ്ങൾക്ക് തന്നെ കിട്ടി. 2020 ജൂലൈ 19 വിജയരാഘവൻ പറയാണ് പാലത്തായിയിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള പഴിയും മുസ്ലിങ്ങൾക്ക് കിട്ടിക്കുന്നു. പിന്നെ മറ്റൊന്ന് നരേന്ദ്രമോദി LDF-നെ പറ്റി പറഞ്ഞാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെ പറ്റിയോ അല്ലെങ്കിൽ CPM-നെ പറ്റിയോ പറഞ്ഞതാണ്. നരേന്ദ്രമോദിൻ്റെ അടുത്ത് അപ്രിസിയേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. നമുക്ക് അതായത് ആരാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുള്ളത് പ്രധാനമാണല്ലോ. അപ്പോൾ ആർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തെളിയിക്കുന്നത്. നരേന്ദ്രമോദി 2020 ഫെബ്രുവരി 6 പറയാണ് CAA വിരുദ്ധ സമരങ്ങളിൽ, ANTI-CAA സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മോദിനോട് പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാണത്. പിണറായി വിജയൻ തിരുത്തിയിട്ടില്ല. മോദിയുടെ ആവശ്യമാണ് ഈ CAA-ക്കെതിരെ സമരം ചെയ്തവരൊക്കെ തീവ്രവാദികളാണെന്ന് പറയല്. അപ്പോൾ മോദി പറയുന്നത് അത് പിണറായി വിജയൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നീട്ടില്ല, പിണറായി വിജയൻ മോദിനെ തിരുത്തിയിട്ടില്ല. തിരുത്തിയെങ്കിൽ പിന്നെ ഓക്കെ. അതെ. പിന്നെ 2020 ഫെബ്രുവരി 16 കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. ബോലോ തക്ബീർ എന്ന് വിളിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്നുള്ളതാണ്. തക്ബീർ വിളിക്കണോ വേണ്ടതെന്നുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഓക്കെ, പക്ഷേ അത് വിളിക്കുന്നവരെന്താണ്? തീവ്രവാദികളാണ്. പിന്നെ മറ്റൊന്ന് നിലവിൽ മന്ത്രിയായിട്ടുള്ള MB രാജേഷിൻ്റെ പ്രസ്താവനയാണ്. 2019 നവംബർ 22 നേരത്തെ പറഞ്ഞ അലന്താഹിൻ്റെ വിഷയം മുമ്പ് പറഞ്ഞല്ലോ, അതേ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ മാവോയിസ്റ്റുകളുടെ സഖ്യകക്ഷികൾ ലോകത്ത് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളാണെന്നുള്ളതാണ് MB രാജേഷ് പറയുന്നത്. ഇതേ ദിവസം തന്നെ P. മോഹനൻ നടത്തിയിട്ടുള്ള പ്രസ്താവന ഇതേ സെയിം പാറ്റേണിൽ തന്നെ തീവ്രവാദികളെ ന്യായീകരിക്കുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമി മാധ്യമങ്ങൾ മുൻഗണന നൽകുന്നു എന്നുള്ളത്. ഒരേ കേസിലാണ് ഒരേ പാറ്റേണിലുള്ള ഒരു തീവ്രവാദ ചാപ്പങ്ങനെ പല രൂപത്തിൽ വരിക എന്നുള്ളത്. പിന്നെ വളരെ റയർ ആയിട്ടുള്ളൊരു പീസാണ് M. സ്വരാജ് പറയുന്ന ഒരു വർഗീയത. 2019 ഡിസംബർ 31 പറയാണ് ഹിന്ദുവായ മൗദൂദിയാണ് ഗോൾവാൾക്കർ. അപ്പോൾ മൗദൂദിയുടെ ഒരു ഹിന്ദു പതിപ്പാണ് ഗോൾവാൾക്കർ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ മറ്റൊത് ആവർത്തിക്കുന്നുണ്ട്, മുസ്ലിമായ ഗോൾവാൾക്കറാണ് മൗദൂദി. അപ്പോൾ രണ്ടുപേരും ഗോൾവാൾക്കർ മൗദൂദി ഒരേപോലെ എന്നുള്ളതാണ്. എവിടെയാണ് ഗോൾവാൾക്കർ ആഹ്വാനിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഏതെങ്കിലും സമുദായത്തോട് അക്രമം ചെയ്യാൻ, അവരെ ഉന്മൂലനം ചെയ്യാൻ, ഇവിടെ നിന്ന് പുറത്താക്കാൻ എവിടെയാണ് മൗദൂദി പറഞ്ഞെന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. പക്ഷേ ഗോൾവാൾക്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അക്രമത്തിന് കൽപ്പനയുണ്ട്, വംശീയമായിട്ടുള്ള ഉന്മൂലനത്തിന് കൽപ്പനയുണ്ട്, വംശഹത്യക്ക് കൽപ്പനയുണ്ട്. അവിടെ ഒന്നും മൗദൂദിൻ്റെ ഭാഗത്ത് മൗദൂദിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാം. അതിനപ്പുറത്ത് ഗോൾവാൾക്കറിലേക്ക് സമീകരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നതാണ് പ്രധാനപ്പെട്ടത്. അടുത്ത 2019 ജൂൺ 5 KT ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവന വളാഞ്ചേരി പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ 1
IS സ്പോൺസേഡ് ചാനലാണെന്നുള്ളതാണ്. അപ്പോൾ ISന്റെ സ്പോൺസർ RSS പോലും പറയാത്ത വിമർശനമാണ്. അതെ അതെ. മറ്റൊന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ എന്ന് തന്നെ പറയുന്നത് വേറെ വർഗീയ പ്രസ്താവനയാണ്. 26 ജൂൺ 2019 പറയുന്നത്. അത് ദേശീയപാത വികസനമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത് ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുന്നു. മലബാറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സമരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സമരം ഉണ്ടെങ്കിലും അത് മുസ്ലിം തീവ്രവാദികളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അത് എപ്പോഴും ഒരു പാറ്റേൺ ആണ്. യെസ്. പിന്നെ ഉള്ളത് 2019 നവംബർ 20 ഈ അലൻ താഹ UAPA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംഘടനകളെ ഇസ്ലാം തീവ്രവാദികൾ മറയാക്കുന്നു. P. ജയരാജൻ്റെ പ്രസ്താവനയാണ്. അവിടെയൊക്കെ ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു UAPA കേസ്, അത് തന്നെ ഒരു പുസ്തകം കയ്യിൽ വെച്ചതിനുള്ള UAPA കേസ്, അതിനടക്കം മൊത്തം പഴി കേൾക്കുന്നതാണ്. എല്ലാവരുടെയും പാറ്റേൺ നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അതിൽ ഇനിയുണ്ട്, ഇനിയും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. P. മോഹനൻ ഇതേപോലെ 2019 നവംബർ 19 പറയുന്നത്, ഇതേ വിഷയത്തിൽ പറയുന്നത് മാവോയിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകുന്നത് ഇസ്ലാമിസ്റ്റുകളാണെന്നുള്ളതാണ്. ആ വിഷയത്തിൽ നിരന്തരം അങ്ങനെ പഴി കെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്. അടുത്തത് 2019 ജനുവരി 13 ആലപ്പാട് ഖനന വിരുദ്ധ സമരം നടക്കുകയുണ്ടായി. അങ്ങനെ ഒരു സമരം നടന്നപ്പോൾ, ഖനന വിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ ഒരു സമരമാണ്. അതിനുള്ള EP ജയരാജൻ്റെ പ്രസ്താവന എന്താ വെച്ചാൽ, സമരക്കാർ മലപ്പുറത്തുകാർ. സോ വാട്ട്? ആലപ്പാട് ഖനന വിരുദ്ധ സമരത്തിൽ സമരക്കാരാണ് മലപ്പുറത്ത് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ വേറെ എവിടെ ഉള്ള വേറെ വന്യജീവികളാണല്ലോ. അപ്പം മലപ്പുറത്തുകാർ എന്നുള്ളതാണ്. ഇത് പ്രകാശ് കാരാട്ടിൻ്റെ രാഹുൽ ഗാന്ധിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, രാഹുൽ ഗാന്ധിയോടുള്ള ഒരു ഉപദേശമാണ് പ്രകാശ് കാരാട്ടിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉപദേശം എങ്ങനെയാണ്? കേരളത്തിൽ സ്വാഭാവികമായിട്ടും വയനാട് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. കേരളത്തിൽ UDFൻ്റെ ഘടകകക്ഷിയാണ് ലീഗ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ലീഗ്. അന്ന് മുന്നണി രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ലീഗിൻ്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും. അപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് ലീഗിൻ്റെ പിന്തുണ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രകാശ് കാരാട്ടിന് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ വരികയാണ്. അദ്ദേഹം പറയാണ്, അങ്ങനെ ലീഗ് പിന്തുണച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മതനിരപേക്ഷത ഇല്ലാതെവല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ലീഗുമായിട്ടുള്ള കൂട്ടുകെട്ട് രാഹുലിൻ്റെ മതനിരപേക്ഷതയ്ക്ക് യോജിച്ചതല്ല. പെട്ടെന്ന് മതനിരപേക്ഷത പോയി പോകും ലീഗുമായിട്ട് കൂട്ടുകെട്ടുണ്ടായാലും. ഇനി അടുത്തത് ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് 18 മെയ് 8 കോടിയേരി ബാലകൃഷ്ണൻ പറയാണ്, മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം സുപ്രീം കോടതി എന്താണ് പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ച് എന്താണ് ലീഗിനെ മതത്തിൻ്റെ പേരിലാണ് അവർ സാമുദായിക രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരല്ല, എന്താണ് ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അറിയാത്തവരല്ല. പക്ഷേ എന്ത് ചെയ്യണം, ആ രൂപത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ്. പിന്നെ ആലുവയിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തതിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളില്ല കേട്ടോ, അത് വേറെ തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും വേറെ തന്നെ. അപ്പോൾ ആലുവയിലെ പോലീസ് മർദ്ദനമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, ആലുവ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കൊന്നുമല്ല. അവിടെ പോലീസിനെതിരായിട്ട് സമരം ചെയ്ത ആളുകൾ എന്താണ്, അവർ തീവ്രവാദികളാണ്. അതുപോലെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതികളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ മർദ്ദിച്ചതെന്നുള്ളതാണ്. നേരെ തീവ്രവാദത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അത് കൊണ്ടുപോയിടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരുപാടുണ്ട്. നമ്മൾ ഒരു സാമ്പിളിന് വേണ്ടി കുറച്ചെടുത്തതാണ്, ഒരു 50 എണ്ണം സാമ്പിളിന് വേണ്ടി എടുത്തത് മാത്രം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ ആരും ഒഴിവല്ല. സമസ്തക്കാരുണ്ട്, സലഫികളുണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മീഡിയ വൺ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മാധ്യമമുണ്ട്, അതേപോലെ തന്നെ മലപ്പുറത്തുകാരുണ്ട്, അതേപോലെ തന്നെ ജനകീയ സമരക്കാരുണ്ട്, ഈവൻ മാവോയിസ്റ്റുകൾ പോലും ഉണ്ട്. മാവോയിസ്റ്റ് മീൻസ് ആ രൂപത്തിൽ ആരോപിക്കപ്പെടുന്ന ആളുകൾ പോലും. അപ്പോൾ ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വിഭാഗം തീവ്രവാദികളാണ് അല്ലെങ്കിൽ തീവ്ര ചിന്താഗതി ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ വിയോജിപ്പായിരുന്നെങ്കിൽ ഓക്കെ, അവർക്കെതിരെയുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ മറ്റു മതസ്ഥരും ജസ്റ്റ് എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ ക്രൈസ്തവരിൽ കാസൊക്കെ അങ്ങനെ തീവ്രവാദ ആരോപണമുണ്ട്. ആ കാസയെ പറ്റിയേ പറയുള്ളൂ. വേറെ ഏതെങ്കിലും സമയത്ത് സീറോ മലബാർ സഭയെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയെ പറ്റിയോ കത്തോലിക്കരെ പറ്റിയോ പൊതുവായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇവിടെ വായിച്ചതിൽ സമസ്ത ഇല്ലാത്ത ആരാ? ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, മുജാഹിദുകളുണ്ട്, സലഫികളുണ്ട്, സമസ്തക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സമുദായത്തിൽ എല്ലാവർക്കെതിരെ ഇത് പറയാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൈന്ദവരിലാണെങ്കിൽ RSSനെയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലത്തെ ഫ്രിഞ്ച് എലമെൻസ് ആയിട്ട് പറയപ്പെടുന്ന 2-3 സംഘടനകളെ പറ്റി തീവ്രവാദ ആരോപണം പറയാറുണ്ട്. അതല്ലാത്ത വേറെ ആർക്കെങ്കിലും എതിരെ, ഈവൻ NSSനെതിരെയോ അങ്ങനെ SNDPക്കെതിരെയോ, SNDP വെള്ളാപ്പള്ളിക്കെതിരെ പറയാറുണ്ടെങ്കിൽ പോലും SNDPക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയാറുണ്ടോ? അത് പറയേണ്ടതല്ല, ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ക്രൈസ്തവർക്കെതിരാണെങ്കിലും ഹൈന്ദവർക്കെതിരാണെങ്കിലും മുസ്ലിംക്കെതിരാണെങ്കിലും ഒന്നും അനാവശ്യമായിട്ട് വെറുതെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തീവ്രവാദ ആരോപണം പറയരുത്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, മറ്റു സമുദായങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട്, പ്രയാസം മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവരിൽ ആരും ഏത് നിമിഷവും തീവ്രവാദത്തിൻ്റെ ഗണത്തിലേക്ക്, തീവ്രവാദത്തിൻ്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തപ്പെടാൻ സാധ്യതയുള്ള ആളുകളായിട്ട് എല്ലാ സമയത്തും പ്രോൺ ടു
എ തീവ്രവാദി, ആ നിലക്ക് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അതിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ നിരന്തരം ഓരോരുത്തർക്കും എതിരെ മാറി 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 അത്തരം പ്രശ്നങ്ങൾ പറയുന്നത്. എന്തെങ്കിലും കാര്യം ഉന്നയിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പം സമസ്തക്കാർ മദ്രസ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് ഉന്നയിച്ചു. ആ സമയത്ത് തന്നെ സമസ്തക്കാർ എന്തായത് അങ്ങനെയുള്ള പ്രശ്നക്കാരായി, അല്ലെങ്കിൽ അവർക്കെതിരെ മതമൗലികവാദം പ്രശ്നക്കാർ, അങ്ങനെയുള്ള കുറേ ചാപ്പുകൾ. സൂംബയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് ടി.കെ. അഷ്റഫ് ഉന്നയിച്ചു. മിനിറ്റുകൾ എന്ന് വെച്ചാൽ ആ പോസ്റ്റ് ഒന്ന് വായിക്കാനുള്ള സമയം പോലും ഇല്ലാതാണ് വി വസീഫ് പറഞ്ഞത് അതിന്റെ പിന്നിൽ മൗലികവാദികളാണ് എന്ന് വെച്ചാൽ മുസ്ലിം, പിന്നെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് നാളായിട്ട് വെച്ചാൽ ഇത് ഒരു എന്താണ് ആ വിഷയം, എന്താണ് അതിന്റെ മെറിറ്റ്, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു സമുദായത്തിൽ നിന്നാണെങ്കിൽ അതിനെ ജസ്റ്റ് മതമൗലികവാദം, തീവ്രവാദം, വർഗീയത എന്നുള്ള ഒറ്റ ചാപ്പൊത്തി അതിനെ ഒഴിവാക്കാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രൂപത്തിൽ മുസ്ലിം അപരവൽക്കരണമുണ്ടായ, മുസ്ലിം ആവശ്യങ്ങളോട് അത്രമേൽ പുറംതിരിഞ്ഞു നിന്ന, അത്രമേൽ അതിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു കാലഘട്ടമായിരുന്നു പോയിരുന്നത്. അതിലാരും ഒഴിവല്ല. ഞാൻ പറയുന്നത് ഇതിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും അത് ലീഗിനെതിരാണ്, അല്ലെങ്കിൽ പിന്നെ SDPIക്കെതിരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. SDPI ആണോ മുസ്ലിങ്ങൾ, ലീഗാണോ മുസ്ലിങ്ങൾ? അല്ല, ഇവരാരും അല്ല. ഇവർക്കാർക്കും അട്ടിപ്പേർ അവകാശമൊക്കെ പറയും. ഇവർക്കാർക്കും അട്ടിപ്പേർ അവകാശമില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ SDPIനെ പറഞ്ഞിട്ടുണ്ട്, IS ആണ് ആക്കിയത്, ജമാഅത്തെ ഇസ്ലാമിനെ പറഞ്ഞിട്ടുണ്ട്, ലീഗിനെ പറഞ്ഞിട്ടുണ്ട്, സമസ്തയെ പറഞ്ഞിട്ടുണ്ട്, സലഫികളെ പറഞ്ഞിട്ടുണ്ട്, പറയാത്ത ആരുമില്ല. ഇവരൊക്കെ പല സമയങ്ങളിൽ നിങ്ങളെ സഖ്യകക്ഷികളായിരുന്നു. ലീഗ് സഖ്യകക്ഷിയായിരുന്ന സമയമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി സഖ്യകക്ഷിയായിരുന്ന സമയമുണ്ട്, SDPI ഇപ്പോൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട സമയത്തെല്ലാം ചേർത്ത് പിടിക്കുന്നു, അല്ലാ സമയത്ത് എല്ലാവരും തീവ്രവാദികൾ എന്നൊരു നിലപാട് വളരെ മോശമാണ്. ഒരു സമുദായത്തോടുള്ള നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യം ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓഫ്. ദാറ്റ് ഈസ് അവർ മെസ്സേജ്. ഇങ്ങനെ ഒരു സമുദായത്തിന്, അതിലേതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ പോലുമല്ല, അവർക്കെതിരെ നിരന്തരം ഈ ഒരു വംശീയമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും തന്നെ അത് പേ ഓഫ് ചെയ്യപ്പെടാതെ, അതിനൊരു കണക്ക് പറയപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഇത് ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് കൊണ്ട്, അത് പലതരത്തിലുള്ള എതിർപ്പാവാം, വോട്ടാവാം, നിലപാടുകളാവാം, അഭിപ്രായങ്ങളാവാം, ഏത് തരത്തിലാണെങ്കിലും ആ എതിർപ്പ് കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് തിരുത്താൻ പറ്റണം. ഞങ്ങളെ ഈ പോക്ക് ശരിയല്ല, ഈ തരത്തിൽ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഞങ്ങൾക്കൊരു പാർട്ടി എന്ന നിലക്കോ മുന്നണി നിലക്കോ നിലനിൽപ്പില്ല എന്നൊരു ബോധ്യത്തിലേക്ക് അവർ എത്തിക്കാൻ ജനങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ജനങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാമുദായികമായിട്ടുള്ള ഒരു നല്ല അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു ഗവൺമെൻറ് തന്നെ, അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ തന്നെ മുൻകൈയിട്ടുകൊണ്ട് അത് തകർക്കുന്ന അവസ്ഥ, സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും അഭിലഷണീയമല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതിനെതിരെയുള്ള ഒരു പ്രതികരണങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. അതൊരിക്കലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏത് മുന്നണികളാണെങ്കിലും അത് ഒരിക്കലും പേ ഓഫ് ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.